Hello friends, it's me Agila. Welcome back to my channel Me and V Vlogs. നമ്മുടെ ലൈഫിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എൻ്റെ കാര്യം കേട്ടോ പറയണേ, ഞങ്ങൾ എവിടേക്കെങ്കിലും ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാറില്ല. നേരെ മറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോകുന്ന കാര്യങ്ങൾ ട്രിപ്പൊക്കെ വേഗം നടക്കാറുണ്ട് കേട്ടോ. അതേപോലെ ഒരു യാത്രയായിരുന്നു ഇത്. നമ്മൾ പോയത് ഗുരുവായൂരിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഗുരുവായൂർ പോകണം എന്നിങ്ങനെ മനസ്സിലൊരു ആഗ്രഹം തോന്നിയിട്ട്, പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ സാറ്റർഡേ ഉച്ചയായപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ നമുക്കൊന്ന് ഗുരുവായൂർ പോയാലോ എന്ന് ചോദിച്ചു. അപ്പോഴും അച്ഛൻ നമുക്ക് നോക്കാം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പോകുന്നു കൺഫേം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞൊരു ഈവനിങ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ നേരത്തെ വരാം, വേഗം റെഡി ആയിരുന്നുള്ളൂ, നമുക്ക് ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് റെഡി ആയിട്ടുള്ളൊരു പോക്കായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം രാത്രി ഒരു 8:45 ആയപ്പോഴാണ് അവിടെ എത്തിയത്. എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ക്യൂ 9:30 വരെ ഉള്ളൂ, അതുകൊണ്ട് ക്യൂ നിന്ന് തൊഴാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉള്ളിക്കൂടെ പോയിട്ട് നടയിൽ നിന്ന് തൊഴുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ റൂമും കാര്യങ്ങളും കിട്ടാൻ നമ്മൾ നല്ലപോലെ ബുദ്ധിമുട്ടി കേട്ടോ. കാരണം പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് കുറേ മാരേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ലോഡ്ജും ഹൗസ്ഫുള്ളായിരുന്നു. പിന്നെ നമ്മൾ ഹൗസ്ഫുൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് റൂം ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ലോഡ്ജിൽ പോയി. നമ്മുടെ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ പോയ ടൈമിൽ വേറൊരു ടീം അത് ക്യാൻസൽ ചെയ്യായിരുന്നു ആ റൂം. അതുകൊണ്ട് നമുക്കൊരു റൂം കിട്ടി. കുഴപ്പമൊന്നുമില്ല, നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള നല്ല സൗകര്യമുള്ളൊരു റൂം തന്നെയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ വെച്ച ശേഷം ഫുഡൊക്കെ കഴിക്കാം, നമുക്ക് ജസ്റ്റ് അതിന് നടക്കാമെന്ന് പറഞ്ഞ് നമ്മളൊന്ന് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഇതേ ഫുഡ് നമ്മൾ ബട്ടൂരിയാണ് ഞാനും അച്ഛനും ഓർഡർ ചെയ്ത്. അമ്മ മസാല ദോശ നമ്മുടെ യാദുക്കുട്ടനും കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഗുരുവായൂരമ്പലത്തിൻ്റെ നടയിലൂടെയും നമ്മൾ കുറേ ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ടു. അതിലുള്ള ഷോപ്പുകളിൽ കൂടെയൊക്കെ കുറേ നടന്നു. അപ്പോൾ ഞാൻ യാദുമോനോട് പറയുമായിരുന്നു, യാദുക്കുട്ടന് ചോറുമാമ കഴിച്ചത് ഇവിടെയായിരുന്നു, ചോറൂണ് അവിടെയായിരുന്നു മോൻ്റെ. ലാസ്റ്റ് നമ്മൾ പോയത് അന്നായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത്. അതിൽ കുറേ ഷോപ്പ് കണ്ടെങ്കിലും എൻ്റെ യാദുമോന് ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വിചാരിച്ചു പിറ്റേ ദിവസം തൊഴുത് വരുമ്പോൾ വാങ്ങാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും എൻ്റെ മോന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. യാദുക്കൂട്ടനും വലിയ വാശിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ റൂമിലൊക്കെ പോയി പിറ്റേ ദിവസമാണ് തൊഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയും ഞാനും ഒരു 5 മണി ടൈമൊക്കെ ആകുമ്പോഴേക്കാണ് തൊഴാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ക്യൂ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മളൊരു ചാലക്കുടി മാളയിലുള്ള ഒരു പിള്ളേരുണ്ടായിരുന്നു. അവർ ഇങ്ങനെ ഉണ്ണിയുള്ളതാണ്, അപ്പോൾ നിന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ നമ്മളെ കയറ്റി. അങ്ങനെ അവരോട് ഇപ്പോഴും ഞാൻ താങ്ക്സ് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നല്ലപോലെ തൊഴുത് നമ്മൾ ഇറങ്ങി റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. പോണ വഴി കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ വടക്കാഞ്ചേരിയൊക്കെ എത്തിയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഒരു 12 മണി ടൈം ആയത് കാരണം മീൽസ് മതി എന്ന് പറഞ്ഞാൽ മീൽസും ഫിഷ് ഫ്രൈയും ഓംലേറ്റൊക്കെ കൂടി ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ വീട്ടിൽ വന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഇതാ യാദുമോൻ്റെ കളിയാണ്. എത്ര പെട്ടെന്നാലേ നമ്മുടെ മക്കൾ വലുതാവണേ. ഞാൻ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ യാദുമോൻ്റെ കുഞ്ഞു ഓരോ മൊമെൻറ്റ്സൊക്കെ ആലോചിക്കുകയായിരുന്നു. മക്കൾ വളരുന്നതിൽ സന്തോഷം തന്നെയാണ്, എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇത്. അപ്പോൾ അത്രേ ഉള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.